ഹായ് ഫ്രണ്ട്സ്, നമസ്തേ. ലൈഫ് ഓഫ് ഹെമയുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നല്ല നല്ല കമൻറ്റുകൾ അറിയിക്കണേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതറിയിക്കണം കേട്ടോ. എന്താണ് ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് കൂടെ പറയണേ. മഴ നല്ല മഴയുണ്ടായിരുന്നു. ഇന്ന് മഴ നിന്നതേ ഉള്ളൂ. ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ടൈം കിട്ടിയത് എക്സസൈസ് ചെയ്യാൻ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ എക്സസൈസ് കാണിച്ചു തരാം. എല്ലാ വീട്ടമ്മമാരും ചെയ്യാം, നല്ലതാണേ. ഇവിടെ നോക്കൂ, നല്ല വൈബല്ലേ. മഴ പെയ്യുമ്പോൾ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. നിറയെ പ്രാവുകളും ഒക്കെ കിളികളൊക്കെ നിറയെ ഇവിടെ വന്നിരിക്കും. ഓക്കെ, അപ്പോൾ തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അല്ലേ? ടെന്നീസ് എൽബോ എന്നൊക്കെ പറയും. ഇവിടെ ഒരു പെയിൻ വരില്ല ഈ കൈയിൻ്റെയും എഡ്ജിൽ നെറ്റിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് ആ പെയിൻ റിലീഫ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. കുറച്ച് എക്സസൈസിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇതില്ലെങ്കിലും കുഴപ്പമില്ല. കൈയിടാ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ മുഷ്ടി പിടിച്ചിട്ട് വേണം നമുക്ക് ഇത് ചെയ്യാനായി. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് ഈ കൈയിനെ മടക്കി പിടിക്കുക, ഫോൾഡ് ചെയ്യുക. ലെഫ്റ്റ് കൈ, റൈറ്റ് ഹാൻഡ് അതിൻ്റെ മീതെ വെച്ചിട്ട് 1 2 3 4 5 6 7 8 തിരിച്ച് റൈറ്റ് ഹാൻഡ് അടിയിൽ വെച്ച് ലെഫ്റ്റ് ഹാൻഡോട് അതേ സെയിം 1 2 3 4 5 6 7 8 ഇങ്ങനെ 8 പ്രാവശ്യം ഈ കൈയും 2 കൈകളും മാറി 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 ചെയ്യാം. അതിനുശേഷം കാല് കുറച്ച് ഇങ്ങനെ താന്നിരുന്ന് അരമണ്ടി എന്ന് പറയും. അതായത് ഹാഫ് സിറ്റിംഗ് പൊസിഷനിൽ നിന്ന് കൈ ഫോൾഡ് ചെയ്ത്. ഓക്കെ, ഇത് കയ്യിൽ ഇതില്ലെങ്കിലും പിടിക്കാം കേട്ടോ. അതാ കൈ 1 2 മുകളിലേക്ക് പോകുമ്പോൾ കൈ നിവർത്ത 3. അതന്നെ, ഇതിപ്പോൾ ഉള്ള കാരണം ഞാൻ ചെയ്യുന്നതാണ്. 1 2 സ്ട്രെയിറ്റ് ആക്കുക. 3 4 5 6 7 8 അങ്ങനെ 8 പ്രാവശ്യം ഇത്. പിന്നെ വീണ്ടും കാല് റിലീസ് ചെയ്യുക. വീണ്ടും നമ്മൾ അതങ്ങനെ അതേ പൊസിഷനിൽ നിന്നിട്ട് 1 2 3 അങ്ങനെ 8 പ്രാവശ്യം. ഓക്കെ, ഇനി കാല് ഗരുഡപാദം എന്ന് പറയും ഡാൻസിലാണെങ്കിൽ. അല്ലെങ്കിൽ ഇങ്ങനെ കാല് ബാക്കിലേക്ക് അല്പം നീട്ടി വെച്ച് കൈകൾ ഇങ്ങനെ പിടിക്കും. 1 ബാക്കിലേക്ക് കൊണ്ടുപോവുക. 2 3 ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ കൈകൾ 2 സ്ട്രെങ്തൻ കുറയുമ്പോഴാണ് നമുക്ക് പെയിനൊക്കെ വരുന്നത് കേട്ടോ. സ്ട്രെങ്തൻ ചെയ്യാന്ന് പറയും, സ്ട്രെങ്തനിങ് എക്സസൈസാണ്. 3 4 5 6 7 8 കിട്ടിയോ? അത് കഴിഞ്ഞാൽ ഈ കാലം മാറ്റി വെച്ചിട്ട് ഈ കാലം ഉണ്ട്. 1 2 3 4 5 6 7 8 അങ്ങനെ 8 പ്രാവശ്യം ചെയ്യാം. ഇനി ഇങ്ങനെ 1 2 3 4 5 6 7 8 1 2 3 4 5 6 7
8. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ കയ്യിന് പെയിൻ ഉണ്ടാവില്ല, നല്ല സ്ട്രെങ്ത് ആവുകയും ചെയ്യും. ചിലർക്ക് കൈ ഇങ്ങനെ മസിലിങ്ങനെ ടൈറ്റ് ആവണമെന്നും സ്ത്രീകൾക്ക് ഇഷ്ടമില്ല. പക്ഷെ കൈത് ചെറിയ മീഡിയ ആയ കാരണം ഇങ്ങനെ കൈ ഇങ്ങനെ പോലെ ഇങ്ങനെ കട്ടിങ്സ് ഒന്നും വരില്ല. മനസ്സിലായോ? മസിൽസ് ഇങ്ങനെ കട്ടിങ്സ് പോലെ വരില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യാം. ഓക്കെ, ഇത് ചെറിയ ഇതാണ്. 1 kg ഉള്ളൂ, 1/2 kg വെച്ചിട്ട് 2 1 kg ഉള്ളൂ. ഓക്കെ, ഇല്ലെങ്കിലും വേണ്ട. ഇത് ചെയ്തില്ലെങ്കിലും കൈകൾ 1 2 3 മുഷ്ടി പിടിക്കാം. 4 5 6 7 8. ഈ കൈകൾ ഇങ്ങനെ മുഷ്ടി പിടിച്ചിട്ട് കൈ ഇങ്ങനെ ഡൗൺ ആക്കും. റെസ്റ്റ്. എന്നിട്ട് തിരിക്കാം. 1 2 3 4 5 6 7 8. തിരിച്ചും 1 2 ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസിൽ ചെയ്യണം. 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 8. 1 2 3 4 6 7 8. 1 2 3 4 5 6 7 8. അത് കഴിഞ്ഞാൽ കൈ ഇതിനെ കൊണ്ടുവന്നിട്ട് 1 2 3 4 5 6 7 8. അങ്ങനെ 8 പ്രാവശ്യം ചെയ്യുക. എല്ലാം 8 പ്രാവശ്യം ചെയ്യണം. ഓക്കെ, ഇനി 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. ഇനി അത് കഴിഞ്ഞാൽ കൈയിനെ ലൂസാക്കുക. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. ഇനി 1. ഈ കൈൻ്റെ വിരലുകൾ 2 3 4 5. നല്ല മുഷ്ടി പിടിച്ച് പുഷ് ചെയ്ത് കാണിക്കണം. 6 7 8. ഇനി കൈ ക്ലോസ് ചെയ്ത് 1 കൈ നീട്ടി പിടിക്കുക. 2 3 4 ടൈറ്റ് ആക്കിയിട്ട് 5 6 7 8. ബ്രീത്ത് ഔട്ട്. വീണ്ടും ഇൻഹേൽ. 1 2 3 4 5 6 7 8. ബ്രീത്ത് ഔട്ട്. കണ്ടോ? ഇങ്ങനെ 8 പ്രാവശ്യം നമ്മൾ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത മസാജ് ചെയ്യണതും എല്ലാം അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത് തുടരുന്നതാണ്. ഇത് ചെറിയൊരു എക്സസൈസ് കാണിച്ചു തന്നു മാത്രം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ചെയ്യണം. ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ഞാൻ ഈ ഓടാൻ പോവാണ്. ഞാൻ അടുത്ത എക്സസൈസുമായി അടുത്ത വ്ളോഗിൽ വരാം. ബൈ, സീ യു.